إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഐഹികവും പാരത്രികവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന പ്രകൃതി മതമാണ്. ആരാണോ ആ ദീനിനെ മുറുകെ പിടിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലും ശരീരത്തിലും പ്രകാശം നൽകും. സന്മാർഗത്തിൽ അവൻ സഞ്ചരിക്കും. അല്ലാഹുവിനോടും സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തിലേക്കും അവൻ അടുക്കും. ആരാണോ ആ ദീനിന്റെ വിധിവിലക്കുകൾ കാറ്റിൽ പറത്തിയത്, ധിക്കാരപരമായി ജീവിതം നയിച്ചത്, സംശയമില്ല അവൻ ശിക്ഷിക്കപ്പെടും. അവൻ അതിന് തത്തുല്യമായ ഫലം ദുനിയാവിലും നാളെ ആഖിറത്തിലും കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ ഖുതുബകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ നന്മയാണെങ്കിൽ തത്തുല്യമായ പ്രതിഫലവും, തിന്മയാണെങ്കിൽ അതിനു തക്കതായ ശിക്ഷയും നാം കണ്ടെത്തേണ്ടി വരുമെന്ന ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട പ്രസിദ്ധമായ ഒരു നിയമം, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന തത്വം, അതിനെ സംബന്ധിക്കുന്ന ചില പാഠങ്ങളാണ് നാം കേട്ടത്. സഹോദരങ്ങളെ, അതോടൊപ്പം കഴിഞ്ഞ ഖുതുബകളിൽ നാം ശ്രവിച്ചു, ചെറിയ നന്മകൾ, ആളുകളുടെ കണ്ണിൽ വളരെ നിസാരമായി തോന്നുന്ന, താരതമ്യേന ലളിതമായ, എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ, അതിന് വമ്പിച്ച കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു തത്വം, നൈമിഷികമായ, നമ്മുടെ കണ്ണിൽ നിസാരമെന്ന് തോന്നുന്ന ഒരു സെക്കൻഡ് കൊണ്ട്, അതല്ലെങ്കിൽ അല്പം നിമിഷങ്ങൾ കൊണ്ട് നമ്മിൽ സംഭവിക്കുന്ന തിന്മകൾ, അബദ്ധങ്ങൾ, വാചികമായോ പ്രവൃത്തി കൊണ്ടോ, അതല്ലെങ്കിൽ മനസ്സിൽ തെറ്റായൊരു ചിന്ത മൂലം ഉടലെടുക്കുന്നതോ ആയ നൈമിഷികമായ തിന്മകൾ, അതുകൊണ്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന ഗുരുതരമായ ശിക്ഷകൾ നമ്മൾ ഗൗരവത്തിൽ ഓർക്കേണ്ടതുണ്ട്. പാപങ്ങൾ, തിന്മകൾ എന്നത് വിഷത്തിനു സമാനമാണ്. ഒരു തുള്ളി വിഷം, ഒരു നുള്ളു വിഷം ഒരുപാട് ആളുകൾക്ക് ഭക്ഷിക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു വലിയ ഭക്ഷണ തളികയിലേക്ക്, അതല്ലെങ്കിൽ ചെമ്പിലേക്ക്, ഭക്ഷണ സമാഹാരത്തിലേക്ക് ഒരു നുള്ളു വിഷം കലർന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെയാണ് പാപത്തിന്റെ ഒരു ചെറിയ കറ പോലും വലിയ വിഷവീര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് സമ്മാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യഗാർ വഗൈറത്തുല്ലാഹി അയതിയൽ മുഅ്മിനു മാ ഹറമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഷമുണ്ടാകുന്നവനാണ്. അല്ലാഹുവിന് രോഷമുണ്ടാകും. എപ്പോഴാണ് അല്ലാഹുവിന് രോഷമുണ്ടാകുക? വഗൈറത്തുല്ലാഹി അയതിയൽ മുഅ്മിനു മാ ഹറമല്ലാഹ്. അല്ലാഹുവിൽ ഈമാനുള്ള, പരലോകത്തിൽ ഈമാനുള്ള, അല്ലാഹുവിന്റെ റസൂലിൽ അടിയറച്ച ഈമാനുള്ള ഒരു മുഅ്മിൻ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു രോഷാകുലനാകും, അല്ലാഹു രോഷം കൊള്ളും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാവുന്ന ഹദീസിൽ നമ്മെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ മുഅ്മിനും ഓരോ മുസ്ലിമും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലാഹു ഹറാമാക്കിയ ഏതൊരു ചെറിയ തിന്മയും അതവൻ പ്രവർത്തിക്കുക വഴി അല്ലാഹുവിന്റെ രോഷമാണ് അവൻ സമ്പാദിക്കുന്നത്, അല്ലാഹുവിന്റെ കോപമാണ് അവൻ വാരിക്കൂട്ടുന്നത്, അല്ലാഹുവിന്റെ ശിക്ഷയിലേക്കാണ് അവൻ നടന്നെടുക്കുന്നത് എന്നു മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ചെറിയ തിന്മകൾ, നമ്മുടെ കണ്ണിൽ നിസാരമെന്ന് തോന്നുന്ന നൈമിഷികമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന, ഉടലെടുക്കുന്ന തിന്മകൾ, അതുകൊണ്ടുള്ള ഗൗരവം, അതിന്റെ പാതകം അതെത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാവ് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നാവ്. മാനവരാശി നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവാണ്. നാവ് കൊണ്ടൊരു വാക്ക്, ഒരു കലിമ, ഒരൊറ്റ വാക്ക്, അതിനുവിടാൻ എത്ര സമയം വേണം? 1-2 സെക്കൻഡ്. പൊടുന്നനെ സംഭവിക്കുന്ന ആ വാക്കുകൊണ്ട് അവൻ നരകത്തിൽ മുഖം കുത്തി വീഴും. മനുഷ്യർ അവരുടെ നാവ് കൊണ്ട് കൊയ്തെടുത്തത് കൊണ്ടല്ലാതെ പിന്നെന്തുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് നാം കൊയ്തെടുക്കുന്ന തിന്മകളിൽ ഏറ്റവും നീചവും ഏറ്റവും മ്ലേച്ഛവും ഏറ്റവും ഗുരുതരമായ തിന്മയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് പ്രാർത്ഥനകൾ നൽകുക എന്നത്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരോട് അഭയവും രക്ഷയും ശരണവും ചോദിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരെക്കാൾ അധപ്പതിച്ചവർ, വഴികെട്ടവർ മറ്റാരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ആരുത്തരം നൽകുമെന്ന് പറഞ്ഞാലും, ആരൊക്കെ ഉത്തരം പ്രതീക്ഷിച്ച് വിളിച്ചാലും ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ സാധിക്കാത്ത മരിച്ചവരും മൺമറഞ്ഞു പോയവരും പുണ്യപുരുഷന്മാരും തങ്ങന്മാരും ബീവിമാരും അമ്പിയാക്കളും ഔലിയാക്കളും എന്ന് വിശേഷിപ്പിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചാൽ ഖിയാമത്ത് നാൾ വരെ അവർ ഉത്തരം ചെയ്യുകയില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവർ അവരുടെ ദുആഇനെ പറ്റി, പ്രാർത്ഥനയെപ്പറ്റി, വിളിയാളങ്ങളെപ്പറ്റി അശ്രദ്ധയിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവുകൊണ്ട് നാം ഉരുവിടുന്ന തിന്മകളിൽ ഏറ്റവും നീചവും മ്ലേച്ഛവും ഗുരുതരമായ തിന്മ അല്ലാഹു അല്ലാത്തവരെ വിളിക്കലാണ്, അല്ലാഹു അല്ലാത്തവരോട് തേടലാണ്, അല്ലാഹു അല്ലാത്തവർക്ക് ദുആ അർപ്പിക്കലാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചു തേടിയാൽ, പ്രാർത്ഥിച്ചാൽ, സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക്. അല്ലാഹു അതിലായി മരിച്ചാൽ ഒരിക്കലും പുറത്തു കൊടുക്കാത്ത കൊടുംപാതകം, സ്വർഗം നിഷിദ്ധമാകുന്ന, ഹറാമാകുന്ന വലിയ തിന്മ, സൽക്കർമ്മങ്ങൾ അഖിലവും, മുഴുവൻ സൽക്കർമ്മങ്ങളും നിഷ്ഫലമായി തീരുന്ന, നിർവീര്യമായി തീരുന്ന കൊടും വഞ്ചന. അതിനേക്കാൾ വലിയ അക്രമം ഇസ്ലാമിന്റെ ഭാഷയിലില്ല. അതിനേക്കാൾ വലിയ തിന്മ ഇസ്ലാമിന്റെ ഭാഷ്യത്തിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ട് ആരാണോ മരണപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും അവന് പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത തിന്മകൾ അല്ലാഹു അവന്റെ കാരുണ്യത്താൽ ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആരല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നു അവന് സ്വർഗ്ഗം ഹറാമാണ്, നരകമാണ് അവന്റെ സങ്കേതം. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെങ്ങാനും അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നവനായാൽ താങ്കളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകുക തന്നെ ചെയ്യും.
താങ്കൾ നാളെ ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ നരകക്കാരിൽ പരാജിതരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഒരു നേരത്തെ ശിർക്കിന്റെ വാചകം, ശിർക്കിയായ തേട്ടം അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരായുസ്സിലെ പർവ്വത സമാഹാരമായ സൽക്കർമ്മങ്ങളാണ്. നീ എത്ര ഹജ്ജ് ചെയ്താലും, നീ എത്ര ഉംറ ചെയ്താലും, നീ എത്ര സകാത്ത് കൊടുത്താലും, നീ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാലും, നീ ഒരു ദിവസം വിടാതെ നോമ്പെടുത്ത് ജീവനകാലം മുഴുവൻ വ്രതമനുഷ്ഠിച്ചാലും, ഒരൊറ്റ ശിർക്കിന്റെ വാചകം, ഒരൊറ്റ കലിമ അതുകൊണ്ട് നിനക്ക് നഷ്ടമാകുന്നത് ആയുസ്സിലെ നന്മകളാണ്. ആയുസ്സിലെ നന്മകളാണ്. ശാശ്വതമായ സ്വർഗത്തിലെ സുഖവാസമാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ തിന്മ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടം എത്ര വലുതാണ്. ഇതാണ് ശിർക്കിന്റെ അപകടം. സഹോദരങ്ങളെ, വാക്കിൽ സംഭവിക്കുന്ന നിസാരമെന്ന് തോന്നുന്ന തിന്മകളിൽ മറ്റൊന്നാണ് അള്ളാഹുവിനെ, അവന്റെ റസൂലിനെ, അവന്റെ ദീനിന്റെ അധ്യാപനങ്ങളെ പരിഹസിക്കുന്ന എന്തെങ്കിലും തമാശക്കോ അനാവശ്യമായോ ഉരുവിടുന്ന വാചകങ്ങൾ. ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾ, അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, അവഗണിക്കുന്ന വാചകങ്ങൾ നമ്മുടെ നാവിൽ പുറപ്പെടുക. അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളോട് പുറംതിരിയുന്ന, വിമുഖത പ്രകടിപ്പിക്കുന്ന പരിഹാസത്തിന്റെ വാക്കുകൾ ഖുർആനിലുണ്ടെന്ന് പറഞ്ഞ ആയത്തിലുണ്ടെങ്കിൽ എന്താടോ നമുക്ക് തോന്നിയതുപോലെ നമുക്ക് ജീവിക്കണ്ടേ? ഹദീസിലുണ്ടെന്ന് പറഞ്ഞ കൊണ്ടുപോകുന്ന ഒരു ഹദീസ്. ഇങ്ങനെ ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾ കേൾപ്പിച്ചു എന്ന് മാത്രം. ആയത്തിലുണ്ട്, ഹദീസിലുണ്ട്. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ദീനിന്റെ അധ്യാപനം ഇതാണെന്ന് പറയുമ്പോൾ അതിനോട് നീരസം പ്രകടിപ്പിക്കുന്ന വാക്ക് നമ്മുടെ നാവിൽ നിന്ന് തമാശയായെങ്കിലും വന്നാൽ ഇസ്ലാമിന്റെ പടിക്ക് നിന്നെ പുറത്താക്കുന്ന വാചകമാണത്. നോക്കൂ നിങ്ങൾ, മുനാഫിക്കുകളിൽപ്പെട്ട ചിലർ അങ്ങനെ നബിയെയും സഹാബത്തിനെയും ദീനിനെയും കളിയാക്കുന്ന, പരിഹസിക്കുന്ന ചില വാചകങ്ങൾ ഉരുവിട്ടു. തമാശക്ക് നേരം പോക്കിന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ന്യായം പറഞ്ഞു. അള്ളാഹു ആയത്തിറക്കി. അള്ളാഹു സൂറത്തു തൗബയിൽ ആയത്തിറക്കി. പറയുക നബിയെ, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾക്ക് കളി പറയാൻ, നിങ്ങൾക്ക് തമാശ പറയാൻ, നിങ്ങൾക്ക് പരിഹസിച്ച് ചിരിക്കാൻ അള്ളാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയുമാണോ കിട്ടിയത്? നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയുമാണോ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറു, നിങ്ങളൊരു ന്യായവും പറയേണ്ടതില്ല, നിങ്ങൾക്കൊരു എക്സ്ക്യൂസും ഇല്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ മുഅ്മിനായിരുന്നു, നിങ്ങൾ ഈമാനിലായിരുന്നു, നിങ്ങൾ ഇസ്ലാമിലായിരുന്നു, ഈമാനിന് ശേഷം നിങ്ങൾക്ക് കുഫ്ർ സംഭവിച്ചു പോയി ആ ഒരൊറ്റ വാചകം കൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരൊറ്റ വാക്ക് ഇസ്ലാമിനെ നിരക്കാത്ത, അള്ളാഹുവിനെ നിരക്കാത്ത, ദീനിനെ നിരക്കാത്ത ഒരൊറ്റ വാക്കുകൊണ്ട് ഇസ്ലാമിന്റെ പടിക്ക് പുറത്തേക്ക് നമ്മൾ പോയേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി വാക്കുവേണ്ട, നമ്മുടെ മനസ്സിലെ ചിന്ത. മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ ഇൻസാനു ഖദ് യക്ഫുറു ബികലിമത്തിൻ യതകല്ലമു ബിഹാ. ഒരു മനുഷ്യൻ അവൻ സംസാരിക്കുന്ന ഉരുവിടുന്ന വാക്കുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയേക്കാം. ഔ അമലിൻ യഅമലു ബിഹി, അതല്ലെങ്കിൽ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയേക്കാം. അതല്ലെങ്കിൽ വഅശദ്ദുഹാ ഖത്റൻ ഇറാദാത്തുൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുന്ന മനോവ്യാപാരങ്ങൾ, ചിന്തകൾ, ഹൃദയത്തിലുള്ള ചിന്തകൾ, അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയേക്കാം. അതാണ് ഏറ്റവും ഗുരുതരം, അതാണ് ഏറ്റവും അപകടം. ഹൃദയത്തിൽ ഉടലെടുക്കുന്ന ഉറച്ച ചിന്തകളില്ലെങ്കിൽ പോലും സംശയങ്ങൾ കൊണ്ട് ഈ ദീൻ ശരിയാണോ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അതങ്ങനെയല്ലേ, അതല്ലെങ്കിൽ അതിനപ്പുറത്ത് വേറൊരു ശരിയുണ്ടോ, ഇതിനേക്കാൾ നന്മ പലതിലുമില്ലേ, ഇങ്ങനൊരു സംശയത്തിന്റെ ലാഞ്ചന നിന്റെ ഹൃദയത്തിലുണ്ടായാൽ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. നോക്കൂ നിങ്ങൾ, മനസ്സിൽ ഉടലെടുക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും മറ്റെന്തിനെങ്കിലുമോടാണ് സ്നേഹം? അള്ളാഹുവിനേക്കാൾ നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ പോലും സ്നേഹിക്കാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹുവിനേക്കാൾ നമ്മുടെ ദുനിയാവിലെ സമ്പത്തിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? അമ്പിയാക്കളെ, ഔലിയാക്കളെ, പുണ്യപുരുഷന്മാരെ അള്ളാഹുവിനേക്കാൾ സ്നേഹിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ എന്തിനേക്കാളും, ആരെക്കാളും, ഏതിനേക്കാളും
അള്ളാഹുവിനോടുള്ള സ്നേഹം മികച്ചു നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ ആ വികാരം കൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് നീ പകുത്തു നൽകിയ അള്ളാഹുവിനോളമോ അള്ളാഹുവിനേക്കാളോ അള്ളാഹു അല്ലാത്തവർക്കുള്ള സ്നേഹം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ, ആ വികാരം കൊണ്ട്, ഹൃദയത്തിന്റെ ആ വിശ്വാസം കൊണ്ട്, ഹൃദയത്തിൽ ഉടലെടുത്ത ആ ചിന്ത കൊണ്ട് നീ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകും. കുഫ്രാണത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ മറ്റാരെങ്കിലും പേടിച്ചാൽ, അള്ളാഹു പ്രതീക്ഷയർപ്പിക്കുന്നത് പോലെ മറ്റാരെങ്കിലും പ്രതീക്ഷയർപ്പിച്ചാൽ, അള്ളാഹുവിൽ കാര്യങ്ങൾ അവലംബിച്ച് വരവേൽപ്പിക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോടോ മറ്റെന്തെങ്കിലും ശക്തികളോടോ കാര്യങ്ങൾ അവലംബിച്ചു വരവേൽപ്പിച്ചാൽ, അള്ളാഹുവിന് ഹൃദയം കൊണ്ട് താഴ്മയും ഭയഭക്തിയും പ്രകടിപ്പിക്കുന്നത് പോലെ മറ്റാരോടെങ്കിലും താഴ്മയും വിനയവും ഭയഭക്തിയും പ്രകടിപ്പിച്ചാൽ, അള്ളാഹുവിന് തുല്യമായി അള്ളാഹുവിനേക്കാൾ ഇത് ഹൃദയത്തിൽ ഉടലെടുത്താൽ, ആ വിശ്വാസം കൊണ്ട്, ഈ വികാരം കൊണ്ട്, ഈ വിചാരം കൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിലേക്ക് സഞ്ചരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാവിൽ സംഭവിക്കുന്ന നിസാരമായ വാക്കുകൾ, പദപ്രയോഗങ്ങൾ, ഇസ്ലാമിൽ നിന്ന് നമ്മെ പുറത്തേക്കെത്തിക്കുന്ന വാക്കുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ വാക്കാണ് അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്യുക. അള്ളാഹു അല്ലാത്തവരെ പിടിച്ചു സത്യം ചെയ്താൽ ഉമ്മ തന്നെ സത്യം, ഉപ്പ തന്നെ സത്യം, എന്റെ മക്കൾ തന്നെയാണ് സത്യം, എന്റെ ജീവിതം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ഇന്നാലിന്റെ ശൈഖ് തന്നെയാണ് സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സത്യം, കഅബ തന്നെ സത്യം. ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖദ് കഫറ ഔ അശ്റക, അവന്റെ വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണത്, കുഫ്റാണത്. വാക്കിൽ സംഭവിക്കുന്ന ശിർക്കിന്റെയും കുഫ്റിന്റെയും പരാമർശമാണിത്. ഇനി ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഒന്നുമല്ലാതെ ആളുകൾ ഇസ്ലാമായി കൊട്ടിഘോഷിക്കുന്ന നിസാരമായ പ്രവർത്തികൾ, ശിർക്കിലേക്ക് എത്തിക്കുന്ന, കുഫ്റിലേക്ക് എത്തിക്കുന്ന പ്രവർത്തികൾ, അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഖബറുകൾക്ക് ചുറ്റും, ശവകുടീരങ്ങൾക്ക് ചുറ്റും, ജാറങ്ങൾക്കും മഖബറകൾക്കും ദർഗകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുക എന്നത്, പ്രദക്ഷിണം ചെയ്യുക, കഅബയെ തവാഫ് ചെയ്യുന്നത് പോലെ ശിർക്കാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിലക്കിയ ശിർക്കിന്റെ പണിയാണത്. ഖബറുകളിൽ പോയി സുജൂദ് ചെയ്യുക ശിർക്കാണത്. എത്ര നേരം വേണം ഒരു സുജൂദ് ചെയ്യാൻ? ഖബറാളികൾക്ക് വേണ്ടി അറുക്കുക, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കാത്ത ശിർക്കിന്റെ നൈമിഷിക നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണിത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇക്കാലഘട്ടത്തിൽ ഏറെ വ്യാപകമായി മുസ്ലിം ഉമ്മത്തിൽ സാർവത്രികമായി കാണാവുന്ന മറ്റൊരു കൊടും തിന്മയാണ് സിഹ്ർ എന്നത്, മാരണം ചെയ്യുക എന്നത്, കൂടോത്രം ചെയ്യുക എന്നത്. കൂടോത്രം, സിഹ്ർ, മാരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദീനിനെയും ദുനിയാവിനെയും ഒരുപോലെ നശിപ്പിക്കും. സിഹ്ർ ചെയ്യുന്ന സാഹിർ, അത് ചെയ്യാൻ തന്നെ സമീപിച്ചവന്റെയും തന്റെയും ദീനും ദുനിയാവും നശിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, ഒരു സിഹ്ർ ചെയ്യുന്ന മാരണക്കാരനെ പിടികൂടിയാൽ, തെളിവ് സഹിതം അവൻ സാഹിറാണെന്ന് പിടികൂടിയാൽ ഇസ്ലാമിലെ ശിക്ഷാവിധി എന്താണ്? അവന്റെ തലയറുക്കണമെന്നതാണ്. ഇസ്ലാമിക രാജ്യത്ത്, ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്ത് സാഹിറിന്റെ തലയെറുക്കണമെന്നതാണ് അവനുള്ള ശിക്ഷ. ആഖിറത്തിലേത് അള്ളാഹുവിനെ നീട്ടിവെച്ച് നൽകും. എന്താണ് കാരണം? മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ, മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാനും കൊല്ലാനും കൊലവിളി നടത്താനും ഛിദ്രതയുണ്ടാക്കാനും സാഹിർ പണിയെടുക്കുന്നു. മുസ്ലിം ഉമ്മത്തിലെ കെട്ടുറപ്പും രഞ്ജിപ്പും ഐക്യവും അവൻ ഛിന്ന ഭിന്നമാക്കുന്നു. സിഹറും ശൈത്താനിയത്തും പൈശാചികതയും ശിർക്കും ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ ലഹു. ആരാണോ സിഹർ ചെയ്തത്, ആർക്കു വേണ്ടിയാണോ സിഹർ ചെയ്യപ്പെട്ടത്, രണ്ടു കൂട്ടരും നമ്മിൽപ്പെട്ടവനല്ല. ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണവർ, കുഫ്റിലാണവർ. സിഹർ ചെയ്യാൻ ആവശ്യപ്പെട്ടവനും ചെയ്തു കൊടുത്ത സാഹിറും ഒരുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഏലസ് കെട്ടൽ, ഉറുക്ക് കെട്ടൽ, ചരട് മന്ത്രിച്ചു കെട്ടൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക്. ആരാണോ ഉറുക്ക് കെട്ടിയത്, ഏലസ് കെട്ടിയത്,
അവൻ അതിലൂടെ ശിർക്ക് സംഭവിച്ചവനായി. ആ ഏലസ്, ആ ചരട്, ആ ഉറുക്ക് തന്നെ അള്ളാഹു സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ അവൻ ആ വിശ്വാസം കൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയി. അതല്ല, ഇത് കാരണമായി അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ചെറിയ ശിർക്കായി, വലിയ ശിർക്കിലേക്കുള്ള വഴിയായി. ശിർക്കിന്റെ അംശം അവൻ പിന്നെയും പേറി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് മാത്രം അറിയുന്ന അദൃശ്യജ്ഞാനം, ഗൈബിയായ അറിവ്, അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക എന്നത് ശിർക്കിന്റെ മറ്റൊരു രൂപമാണ്. അതാണല്ലോ ആളുകൾ ജ്യോത്സ്യന്മാരെയും പണിക്കന്മാരെയും ഭാവി പ്രവചിക്കുന്ന കൈനോട്ടക്കാരെയും സമീപിക്കാനുള്ള കാരണം. മുസ്ലിം ഉമ്മത്തിലാണെങ്കിൽ തങ്ങൾമാരെന്നും ഹോജമാരെന്നും മറ്റു പല പേരുകളിലും അവർ അറിയപ്പെടുന്നു. ശിർക്കിന്റെയും ഗൈബ് വാദത്തിന്റെയും നാനാവശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തു പ്രയാസമുണ്ടെങ്കിലും തങ്ങളെ സമീപിക്കാൻ, പരിഹാരം നൽകാൻ തങ്ങൾക്ക് സാധിക്കുമെന്നവർ പരസ്യം ചെയ്യുന്നു. പത്രമാധ്യമങ്ങളിലൂടെ ആളുകളെ തങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ ക്ഷണിക്കുന്ന താകൂത്തുകളായി അവർ ചമഞ്ഞു വാഴുന്നു. മുസ്ലിം ഉമ്മത്ത് അവരുടെ മുമ്പിൽ ബുദ്ധിയും സമ്പത്തും ശരീരം പോലും പണയം വെക്കുന്നു. വൽഇയാദു ബില്ലാഹ്. കാണുന്നുണ്ട് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണോ ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്തത്, അവൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ദീനിൽ, ഖുർആനിൽ, സുന്നത്തിൽ അവിശ്വസിച്ചിരിക്കുന്നു, കാഫിറായി തീർന്നിരിക്കുന്നു. ജ്യോത്സ്യന്റെ അടുത്ത് പോയി അവൻ പറയുന്നത് വിശ്വസിച്ചാൽ, ഇനി പറയുന്നത് വിശ്വസിച്ചിട്ടില്ല, ജ്യോത്സ്യന്റെ അടുത്ത് പോയി അയാൾ എന്താണ് പറയുന്നതെന്ന് കേട്ടു, വെറുതെ കേട്ടത് മാത്രം, ചില കാര്യങ്ങൾ ചോദിച്ചു, പറഞ്ഞത് കേട്ടു, വിശ്വസിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ. അവന്റെ 40 ദിവസത്തെ നിസ്കാരം പിന്നെ സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ ജ്യോതിഷികളുടെയും ജ്യോത്സ്യന്മാരുടെയും കണക്കന്മാരുടെയും പണിക്കന്മാരുടെയും വീടിന്റെ കോലായിൽ അവരുടെ വാതിൽക്കൽ ഫീസും കൊടുത്ത് കാത്തു നിൽക്കുകയാണ് വരിവരിയായി. തങ്ങളുടെ ഭാവി അറിയാൻ, തങ്ങളുടെ ഭൂതകാലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തങ്ങളുടെ ശത്രുക്കളെ സംഹരിക്കാൻ, തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ അവരെ ഇല്ലാതാക്കാൻ, അവർക്ക് പണി കൊടുക്കാൻ, പണി കിട്ടിയവരിൽ നിന്ന് പണിയെ തള്ളി നീട്ടാൻ. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ ജ്യോത്സ്യന്മാരുടെയും പണിക്കന്മാരുടെയും മുമ്പിൽ വരി നിൽക്കുന്ന അവസ്ഥ ശിർക്കിലേക്ക് ക്യൂ നിൽക്കുന്നതിന് സമാനമാണ്. കുഫറിലേക്ക് പൈസ കൊടുത്ത് കാത്തു നിൽക്കുന്നതിന് സമാനമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് ശിർക്കിലേക്ക് നമ്മെ നയിക്കുന്ന വാചകങ്ങളും പ്രയോഗങ്ങളും നമുക്ക് നിസാരമാണെന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളുമാണെങ്കിൽ, ശൈത്താൻ പിന്നീട് നമ്മിൽ പ്രയോഗിക്കുന്ന തന്ത്രം ഗുരുതരമായ തിന്മകൾ, വൻപാപങ്ങൾ, അതിലേക്ക് നമ്മെ ക്ഷണിക്കുക എന്നുള്ളതാണ്. നാവിനെ അതിനുവേണ്ടി അഴിച്ചുവിടാൻ ശൈത്താൻ നമ്മോട് ഓതിത്തരിക എന്നതാണ്. നാവ് കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന, പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്ന് നമ്മുടെ മുസ്ലിമായ സഹോദരനെ പറ്റി ഗീബത്ത് പറയലാണ്, പരദൂഷണം പറയലാണ്. എന്താണ് സഹോദരങ്ങളെ പരദൂഷണം എന്ന് പറഞ്ഞാൽ? ദിക്റുക അഖാക ബിമാ യക്റഹ്. നിന്റെ സഹോദരനിലുള്ള ന്യൂനത, അവനത് പുറത്തു പറയുന്നത്, പറയാൻ ഇഷ്ടപ്പെടാത്ത ന്യൂനത, അവന്റെ അസാന്നിധ്യത്തിൽ നീ അവനെ കുറിച്ച് പറയലാണ്. ഇല്ലാത്തതല്ല, ഉള്ളത് പറയലാണ് ഗീബത്ത്. ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവായി തീരും. ഉള്ളത് തന്നെ തന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ പറയലാണ് ഗീബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗീബത്തിനെ ഉപമിച്ചത് തന്റെ സഹോദരൻ മരിച്ചു കിടക്കവേ, മൃതശരീരമായിരിക്കവേ, അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ പച്ചയിറച്ചി വലിച്ചു കീറി തിന്നുന്നവന് സമാനമായിട്ടാണ് അള്ളാഹു ഖുർആനിൽ ഗീബത്തിനെ വിശേഷിപ്പിച്ചത്. ഗീബത്ത് പറയുന്നവൻ, പരദൂഷണം പറയുന്നവൻ, ഖിയാമത്ത് നാളിൽ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ നൽകപ്പെട്ട് അവനവന്റെ മുഖവും നെഞ്ചും ശരീര അവയവങ്ങളുമെല്ലാം പിച്ചിച്ചീന്തും. അന്യരുടെ, സഹോദരങ്ങളുടെ അഭിമാനം പിച്ചിച്ചീന്തിയതിന് സമാനമായി അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നമ്മെ അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ മറ്റൊരു പത്നിയായ സഫിയ ബീവിയെ പറ്റി ചെറിയൊരു ആക്ഷേപം,
അവരിലുള്ള കുറവ്. തസീറ, അവർ ഉയരം കുറഞ്ഞവരാണ്, അവർ കുള്ളത്തിയാണ്, കുറിയവളാണ് എന്നൊരാക്ഷേപ സ്വരത്തിൽ സഫിയ ബീവിയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പരാമർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത് ബിമാഇൽ ബഹരി ലമസജത്ഹു. നീ പറഞ്ഞ വാക്കുണ്ടല്ലോ സഫിയയെ പറ്റി, അവൾ ഉയരം കുറഞ്ഞവളാണ് എന്ന ഈ ആക്ഷേപം പറഞ്ഞ വാക്ക്, ഇതെങ്ങാനും ഒരു കടലിൽ കൊണ്ടുപോയി മുക്കുകയാണെങ്കിൽ ആ കടൽ മുഴുവൻ മലിനമാകുമായിരുന്നു. അത്രയും ഗുരുതരമായ വാക്കമാണ്. ഒരൊറ്റ വാക്ക്, കുറിയവൾ, ഉയരം കുറഞ്ഞവൾ എന്ന വാക്ക്. സഹോദരങ്ങളെ, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച്, മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയുന്നു. ഒരു വാക്കിന്റെ കനമാണ്, ഒരു വാക്കിന്റെ ഗൗരവമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അർജു അൻ അൽഖല്ലാഹ വലാ യുഹാസിബുനി ഇന്നി ഇഗ്തബ്തു അഹദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ ഒരാളെയും പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടാത്ത നിലയിൽ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാളെയും ഗീബത്ത് പറഞ്ഞ് അതിന്റെ പേരിൽ വിചാരണ നേരിടുന്നവനായി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം. സഹോദരങ്ങളെ, തിന്മകൾ അത് ഹൃദയത്തിൽ ഉടലെടുക്കുന്ന ചിന്തകളിലൂടെയാകട്ടെ, നൈമിഷികമായി സംഭവിക്കുന്ന വാക്കിൽ സംഭവിക്കുന്ന പ്രയോഗങ്ങളിലൂടെയാകട്ടെ, നിസാരമെന്ന് സമൂഹം വിലയിരുത്തുന്ന പ്രവർത്തികളിലൂടെയാകട്ടെ, അതിന്റെ ഗൗരവവും അതിന്റെ വലുപ്പവും അതിന് ലഭിക്കുന്ന ഗുരുതരമായ ശിക്ഷയും ഇസ്ലാം ദീൻ ശരിയായി പഠിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ആളുകൾക്കിടയിലുള്ള സംസാരം അത് കാതോർക്കുകയും ഒരാളിൽ നിന്ന് കേട്ട വാർത്ത, സംസാരം മറ്റൊരാളിലേക്ക് അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ഏഷണി, നമീമത്ത്, ഇസ്ലാമിന്റെ ഭാഷയിൽ അതിനെ നമീമത്ത് എന്ന് വിളിക്കും. ഇതും ഈ ഗീബത്തിനോളം ഗൗരവമുള്ള ഒരു തിന്മയാണ്. ആളുകൾ ഒരു വിലയും കൽപ്പിക്കാത്ത നാവുകൊണ്ട് സംഭവിക്കുന്ന, നമ്മൾ നിസാരമായി ഗണിക്കുന്ന മറ്റൊരു തിന്മയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിം ഈ ഏഷണിയും പരദൂഷണവുമെല്ലാം ഒരാളുടെ അസാന്നിധ്യത്തിലാണ് നടക്കുക. ഗീബത്ത് പറയുന്നത് പറയപ്പെടുന്നവന്റെ അസാന്നിധ്യത്തിലാണ്. ഏഷണി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ആരാണോ അതിൽ പരാമർശിക്കപ്പെട്ടത് അയാളുടെ അസാന്നിധ്യത്തിലാണ്. ഏഷണിക്കാരനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ, ഏഷണിക്കാരൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശിർക്ക് സംഭവിക്കാത്തവനാണെങ്കിൽ പോലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടവനായി അവൻ തുടരും. ശേഷം അവൻ തൗഹീദുള്ളവനാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. തൗഹീദുള്ളവനാണെങ്കിൽ പോലും ഏഷണി നരകത്തിലെ ശിക്ഷ ഏറ്റുവാങ്ങാൻ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ഏഷണിക്കാരൻ ശിക്ഷിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇതെല്ലാം ഒരു മുസ്ലിമായ സഹോദരന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ നേർക്കുനേരെ അവനെ തെറി വിളിക്കുന്നതോ, നേർക്കുനേരെ അവനെ ചീത്ത വിളിക്കുന്നതോ, നേർക്കുനേരെ അവനെ അപഹസിക്കുന്നതോ, നേർക്കുനേരെ അവനോട് കുത്തുവാക്കുകൾ പറയുന്നതോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ. ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നത് അധർമ്മമാണ്, ദുർമാർഗമാണ്, തെമ്മാടിത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് മുസ്ലിമിന് യോജിച്ച പണിയല്ല. മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക എന്നത് അത് ഇസ്ലാമിന്റെ നടപടിയല്ല. അത് ഫുസൂഖ്, അധാർമികമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിനെ ശപിച്ചുകൊണ്ട് പറയലോ, നീ തൊലയട്ടെ, നീ നശിക്കട്ടെ
എന്ന് അവനെതിരെ ശാപവാക്കുകൾ പറയലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅ്നുഹു കഖത്ലി, അവനെ കൊല്ലുന്നതിന് സമാനമാണതെന്നാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ മുസ്ലിമായ സഹോദരനെ ഒരാൾ കാഫിറെ എന്ന് അഭിസംബോധന ചെയ്താൽ അത് അവനിൽ ഇല്ലാത്ത കാര്യമാണെങ്കിൽ, ഈ കുഫ്ർ അവന് സംഭവിച്ചിട്ടില്ല എങ്കിൽ അത് അവനിലേക്ക് തിരിച്ചു വരും. ആരാണോ വിളിച്ചത് അവനിലേക്ക് തിരിച്ചു വരും. ഇത് കുഫ്റിന്റെ മാത്രം വിഷയമല്ല. ശിർക്കാരോപണമാണെങ്കിലും ഒരാളെക്കുറിച്ച് അയാളെക്കുറിച്ച് ഇല്ലാത്തത് അയാളെ ആരോപിച്ചാൽ അത് അയാളിൽ ഇല്ലെങ്കിൽ, അയാൾ നിരപരാധിയാണെങ്കിൽ അതതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിനിരയായി അത് അനുഭവിച്ചുകൊണ്ട് മരിക്കുന്ന അവസ്ഥ നമുക്ക് അള്ളാഹു സംജാതമാക്കുമെന്നാണ്. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അവനെക്കുറിച്ച് മറ്റുള്ളവരോട് വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ നാവിന് കടിഞ്ഞാടണം. അത് അവനിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മിലേക്ക് അത് തിരിച്ചു വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചാരിത്രശുദ്ധി സംരക്ഷിക്കുന്നവൻ, ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവൻ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വ്യഭിചാരാരോപണം നടത്തിയാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലുഇനൂ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആ ആരോപണം നടത്തുന്നവർ, നിരപരാധികളെ കുറിച്ച് ഇങ്ങനത്തെ അപവാദ പ്രചരണം നടത്തുന്നവർ, അവർ ശപിക്കപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും അകറ്റപ്പെടുന്നവരാണ്. വലഹും അദാബുൻ അദീം, അവർക്ക് ഗുരുതരമായ കഠിനമായ ശിക്ഷയുണ്ട് എന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ അവകാശം കള്ളസത്യം ചെയ്ത് ഹനിച്ചാൽ ഇന്ന് വ്യാപകമായി നാട്ടിൽ കാണുന്നതാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കള്ളസാക്ഷ്യം പറയാൻ കോടതിയിൽ പോകാനും മധ്യസ്ഥ ചർച്ചകളിൽ വല്ലാഹിയിട്ട് കളവ് പ്രചരിപ്പിക്കാനും ആളുകൾക്കൊരു മടിയുമില്ല, ആളുകൾക്കൊരു എളുപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ളസത്യം ചെയ്തുകൊണ്ട്, അള്ളാന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിമിന് ഹക്ക്, അവൻ അവകാശപ്പെട്ടത് ആരെങ്കിലും അപഹരിച്ചാൽ, തട്ടിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നരകം നിർബന്ധമാക്കും. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമാക്കും. വൽഇയാദു ബില്ലാ. ഇത് കേട്ടപ്പോൾ സ്വഹാബികളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഒരു നിസാരമായ കാര്യമാണെങ്കിലോ, അതിനുവേണ്ടിയാണ് അവൻ കള്ളസത്യം ചെയ്തെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ ഖലീബൻ മിൻ ഉറാഖ് വഇൻ ഖലീബൻ മിൻ അറാഖ്, ഒരു ചെറിയ അറാഖിന്റെ കൊള്ളിക്ക് വേണ്ടിയാണെങ്കിലും ശരി, ഒരു ചെറിയ മിസ്വാക്കിന്റെ കഷ്ണം അതാണെങ്കിലും ശരി, കള്ളസത്യം ചെയ്ത് അന്യന്റെ മുതൽ കട്ടെടുത്താൽ, അപഹരിച്ചാൽ, കള്ളസാക്ഷ്യം പറഞ്ഞാൽ സ്വർഗം അവന് ഹറാമാകുകയും നരകം നിർബന്ധമാകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, കളവ്, നമുക്കറിയാം, കളവ് എന്നത് ആ പ്രയോഗത്തിൽ തന്നെ വൃത്തികേടാണ്, മ്ലേച്ഛമാണ്. കളവ് പറയുക, സംസാരിച്ചാൽ കളവ് പറയുക എന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, മുസ്ലിമിന്റെ അടയാളമല്ല, മുഅ്മിനിന്റെ ലക്ഷണമല്ല. ഈ കളവ് ആളുകൾ ഇന്ന് തമാശക്ക് വേണ്ടി പറയാനൊരു മടിയുമില്ല. അത്തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള വീഡിയോകളും അത്തരത്തിലുള്ള ചിത്രീകരണങ്ങളും കണ്ട് മതോന്മത്തരായി അതിനടിമപ്പെട്ട ആളുകൾ ജീവിക്കുകയാണെന്ന്. ചിരിപ്പിക്കാൻ വേണ്ടി കളവുകൾ അത് മെനഞ്ഞെടുക്കുന്ന അത് വലിയൊരു കലയായി, പുരോഗമനമായി നമ്മുടെ നാട്ടിൽ വാഴ്ത്തപ്പെടുകയാണ്. അതിനാരാധകരാണ്, അതിനടിയായ വൃന്ദങ്ങളാണ്. വൽഇയാദു ബില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് മാത്രം ആ വിഷയത്തിൽ കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശക്ക് കളവ് പറയുന്നവൻ, വൈലുല്ലഹു വൈലുല്ലഹു വൈലുല്ലഹു, അവന് നാശം, അവന് നാശം, അവന് നാശം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഗൗരവമായി പഠിപ്പിക്കപ്പെട്ട തിന്മകൾ നമ്മുടെ വാക്കിൽ സംഭവിക്കുന്നുണ്ടാകും, നമ്മുടെ പ്രവർത്തനത്തിൽ പ്രകടമാകുന്നുണ്ടാകും, നമ്മുടെ വിശ്വാസത്തിൽ അറിയാതെ ഇരച്ചു കയറുന്നുണ്ടാകും. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? അവന്റെ ദീൻ ശരിയായ ഉറവിടത്തിൽ നിന്ന് കരകളഞ്ഞ രൂപത്തിൽ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. വിവരമില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. വിവരമില്ലാത്തതിന്റെ ശത്രുവാകും മനുഷ്യൻ. ഒരു കാര്യം ഹറാമാണെന്ന് പഠിച്ചാലേ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം നിർബന്ധമാണെന്ന് അറിവുണ്ടായാലേ അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, ഹറാമുകൾ വർജിക്കുക, നിർബന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിച്ചു നിർത്താതെ പ്രാവർത്തികമാക്കുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് മുന്നേറുക, ഓടിയെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.